എടാ രതീഷ് ഇന്ന് പണിക്ക് പോയിട്ടില്ല? ഓൻ പോയിന്. നീ ഇന്നും പണിക്ക് പോയിട്ടില്ലേ? പോയിട്ടില്ല. ഇന്ന് ഓയരം കെട്ടല പോയി. ഭയങ്കര പണിയായിരിക്കും. ഞാൻ മടിച്ച് പോയിട്ടൊന്നുമില്ല. അതെയാ? നീ പോയിട്ടില്ലേ? ഇല്ലടാ, ഇന്ന് ഭയങ്കര മഴടാ. അങ്ങനെ 5 മിനിറ്റ് മഴ നിന്ന്, എന്നാലും പിന്നെ മടിച്ച് വന്നു, പിന്നെ അങ്ങനെ പോയിട്ടില്ല. ഇന്നാ മഴ? ഒരാഴ്ചയല്ലേ പോകത്തെ? ഞാൻ 3-4 ദിവസമായില്ലേ, കുറച്ച് ദിവസമായി. ഇവിടെ പങ്ങളെ വീട്ടിൽ പോകാൻ വേണ്ടിട്ട്. അനീഫ്ക എന്തുണ്ട് ഷാറിനെ? ഓരോ കിലോ പഴം എടുത്തോ. പിന്നെ ഓരോ കിലോ പഴം. അതല്ല ഇപ്പൊ എല്ലാരും പഴം വാങ്ങി വരുന്നല്ലോ. അനീഫ്ക പഴം വേണ്ട, എന്നാ പിന്നെ ബത്തക്ക എടുത്തോ. ഒരു വലിയ കുഴപ്പമില്ലാത്ത ടൈപ്പ് ഒരു ബത്തക്ക എടുത്തോ. പിന്നെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്ത് നാരങ്ങാന്ന് 1 കിലോ. 1 കിലോ നാരങ്ങാന്ന്. എന്നാ പിന്നെ 1 കിലോ ആപ്പിൾ തന്നെ. എന്നാ പിന്നെ ഒരു കാര്യം അനീഫ്ക, ഈ മണിക്കടലിൽ നിലക്കടലിൽ ഒരു 50 റുപ്യക്ക് ഒരു പാക്കറ്റിൽ ഇട്ടിങ്ങാന്ന്. പ്ലാസ്റ്റിക് ഗവൺമെന്റ്. അപ്പൊ ഇതെല്ലാം പിന്നെ പ്ലാസ്റ്റിക് അല്ലേ? എന്നാ പിന്നെ ഒരു കാര്യം ഒന്നും വേണ്ട. എന്നാല് എടാ വണ്ടി എടുക്കടാ, വാ. ഏതെങ്കിലും ഒരു പീസയിലും വാങ്ങിച്ച സാധനം മേടിക്കാൻ കഴിയില്ല. ഇവര് ഈറ്റുകൾ വീട് ഇരിക്കുന്നതാണെന്നല്ലേ. എന്തെന്നായത് നല്ലൊരു കച്ചവടം മുടക്കി. എടാ ജബ്ബാറെ, എന്തിനാ നീ ഇവിടെ രാവിലെ മുതൽ നിങ്ങൾ രണ്ടാളും വന്നിരിക്കുന്നത്? നിങ്ങളൊരു കാര്യം ചെയ്യും, കുറച്ച് സമയം അവിടെ പോയിരുന്നാ. എന്നാ നീ ഇതവിടെ 50 റുപ്യേ? ഒരു 200 നോക്കാം. ഒരു 50 റുപ്യ കൂടി കൊണ്ട. രാവിലെ തന്നെ വന്നിട്ട് ഇവിടെ ഇരിക്കും. പോ, അവിടത്തേക്ക് പോ, നേരെ പോ. എന്നാ വിട്ടോ അവിടത്തേക്ക്. പോട്ടെ, നമ്മളെ അനീഫല്ലേ, ബാക്കി നമുക്ക് നാളെ നോക്കാം. എടാ മൻസൂറെ, തൽക്കാലം 100 ആയില്ലേ, ബാക്കി നമുക്ക് 6 നോക്കാം. പിന്നെ അല്ലാണ്ട്